നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി 14 ദിവസം രാഹുൽ മാങ്കൂട്ടം അഴിയെണ്ണും. ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ രാഹുലിനെയുമായി പോലീസ് സംഘം എത്തുമ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകർ ജാമ്യാപേക്ഷ തയ്യാറാക്കി കാത്തുനിൽക്കുകയായിരുന്നു. എന്നാൽ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു. ഇന്നലെ രാത്രി 12:30 പഴുതടച്ച നീക്കങ്ങളിലൂടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിക്കുകയും ചെയ്തു. വെളുപ്പിന് തന്നെ പൂങ്കുഴലി IPS അവിടെ എത്തി അതിശക്തമായി രാഹുലിനെ ചോദ്യം ചെയ്തു. തുടക്കം മുതൽ രാഹുലിൻ്റെ മുഖത്ത് ആത്മവിശ്വാസം, രാഹുലിൻ്റെ സംസാരങ്ങളിൽ വ്യക്തത. താൻ ബലാത്സംഗം ചെയ്തില്ല എന്ന വാദത്തിൽ തുടക്കം മുതൽ രാഹുൽ ഉറച്ചു നിന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് തങ്ങൾക്കിടയിൽ ലൈംഗിക ബന്ധമുണ്ടായത് എന്നിവിടെയും രാഹുൽ മാങ്കൂട്ടം ആവർത്തിക്കുന്നു. നേരത്തെ 2 പരാതികൾ രാഹുലിനെതിരെ ഉയർന്നിരുന്നു. ഇത് 3ാം പരാതിയാണ്. തുടർച്ചയായ ലൈംഗിക ക്രൂരകൃത്യങ്ങളാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന് ജാമ്യം കൊടുക്കരുത് എന്ന് പോലീസ് സംഘം കോടതിയിൽ വാദിച്ചു. ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. 2ാം കേസിൽ വിചാരണ കോടതി മുൻകൂർ ജാമ്യം ജനുവരി 21 വരെ രാഹുലിന് നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് 3ാം പരാതി മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത്. ഇമെയിലായി കിട്ടിയ പരാതി തുടർന്ന് മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് സംഘത്തെ ഏൽപ്പിച്ചു. അതിവിദഗ്ധമായി വളരെ മികച്ച ആസൂത്രണത്തിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ ദിവസം കൊടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ആദ്യ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുമ്പോൾ അപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയിരുന്നു. മാധ്യമ വാർത്തകൾ നിറഞ്ഞതോടെ അന്ന് പാലക്കാട് പ്രവർത്തകർക്കൊപ്പം നിന്നിരുന്ന രാഹുൽ അതിവിദഗ്ധമായി മുങ്ങി. പിന്നീട് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കടന്ന രാഹുലിനെ പിടികൂടാൻ അന്വേഷണ സംഘം സർവത്ര പയറ്റി. ഏതുവിധേനയും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഭരണകൂട നിർദ്ദേശം. എന്നാൽ അതിവിദഗ്ധമായി ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് കടന്ന് രാഹുൽ രക്ഷപ്പെട്ടോടി. മറുവശത്ത് അഭിഭാഷക സംഘം അതിവിദഗ്ധമായി നീങ്ങി ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു. തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള വിധി രാഹുലിൻ്റെ അഭിഭാഷകൻ നേടിയെടുത്തു. തൊട്ടു പിന്നാലെ ഇടുത്തി പോലെ വീണ 2ാം പരാതി. 2ാം പരാതിയിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടാൻ രാഹുലിന് കഴിഞ്ഞു. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു 3ാം പരാതി. ഈ 3ാം പരാതിയിൽ രാഹുലിനെ കുടുക്കിയത് തന്ത്രപൂർവം. രാഹുലിന് പരാതി സംബന്ധിച്ച എന്തെങ്കിലും സൂചനകൾ കിട്ടിയിരുന്നു എങ്കിൽ ഇതിനകം തന്നെ ഊളിയിടാമായിരുന്നു. 2ാം പരാതിയും കോടതിയിൽ വലിയ വാദകോലാഹലങ്ങൾക്കിടവരുത്തും എന്ന് വ്യക്തമാണ്. വിദേശത്തുള്ള ഒരു യുവതി ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ എന്ന പേരിൽ രാഹുലുമായി പരിചയപ്പെടുന്നു. ഇരുവർക്കുമിടയിൽ സൗഹൃദം, പ്രണയം. പിന്നീട് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ യുവതി ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ രാഹുലിനു വേണ്ടി കാത്തിരിക്കുന്നു. രാഹുലാണ് ഹോട്ടൽ മുറിയിലേക്ക് ചെന്ന് കയറിയത്. അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് യുവതി പറയുമ്പോഴും ഇത് കോടതിയിൽ വലിയ വാദങ്ങൾക്കിടവരുത്തും. ബലാത്സംഗമാണോ, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണോ അവിടെ നടന്നത് എന്ന് കോടതി തീരുമാനിക്കും. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആത്മവിശ്വാസം. ഇപ്പോൾ 14 ദിവസ ജയിൽവാസമാണ് രാഹുലിനെ കാത്തിരിക്കുന്നത് എങ്കിലും മേൽക്കോടതികളിൽ ജാമ്യാപേക്ഷയുമായി രാഹുലിൻ്റെ അഭിഭാഷകർ പാഞ്ഞെത്തും എന്ന് വ്യക്തമാണ്. യുവതി ആരോപിക്കുന്നത് ഗർഭചിത്രത്തിനു വേണ്ടി തന്നെ പ്രേരിപ്പിച്ചു, വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ്. ബലാത്സംഗം ഈ കേസിൽ നിലനിൽക്കുക അത്ര എളുപ്പമല്ല. യുവതി തന്നെയാണ് ഹോട്ടലിൽ മുറിയെടുത്ത് രാഹുലിനു വേണ്ടി കാത്തിരുന്നത്. 2ാമത്തെ പ്രശ്നം വളരെ വ്യക്തമാണ്. ഗർഭം അലസിപ്പോയതാണ് എന്ന് പരാതിയിൽ യുവതി വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭചിത്ര ആരോപണം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ തികഞ്ഞ സംശയം. വിവാഹ വാഗ്ദാനം നൽകി തന്നെ വഞ്ചിച്ചുവെന്ന് യുവതി പറയുന്നു. വിവാഹിതയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി എങ്ങനെ വഞ്ചിക്കാൻ കഴിയുമെന്ന് ആദ്യ പരാതിയിൽ കോടതി തന്നെ സംശയമുയർത്തിയിരുന്നു. രാഹുലിനെതിരെ ഇപ്പോൾ പരാതിക്കാരി പറയുന്ന 3 പരാതികളിലും തികച്ചും അടിസ്ഥാനപരമായ പല സംശയങ്ങളും വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുന്നു. രാഹുലിനെ അകത്താക്കാൻ പോലീസിനും ഭരണകൂടത്തിനുമൊക്കെ കഴിഞ്ഞു എങ്കിലും ഈ കേസ് നിയമപരമായി എത്രമാത്രം നിലനിൽക്കും എന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. AR ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യാനെത്തിയത് സാക്ഷാൽ പൂങ്കുഴലി തന്നെ. പൂങ്കുഴലിക്ക് മുന്നിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആദ്യഘട്ടത്തിൽ രാഹുൽ പ്രതികരിച്ചു. ആ പ്രതികരണത്തിന് പിന്നിലെ ആത്മവിശ്വാസം ഇതുകൊണ്ട് തന്നെ. തുടർന്ന് വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക്
പോലീസ് വാഹനം തടഞ്ഞുപോലും BJP യുവമോർച്ച പ്രവർത്തകർ വലിയ പ്രതിഷേധമൊരുക്കി. DYFI പ്രതിഷേധവുമായി പാഞ്ഞെത്തി. ആശുപത്രിയിലേക്ക് രാഹുലിനെ കയറ്റുമ്പോൾ കയ്യേറ്റ ശ്രമം വരെ നടന്നു. എന്നാൽ ചെറുചിരിയോടെ പ്രതിഷേധക്കാർക്കു നേരെ നോക്കി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരളം കാണുന്നു. നിയമപരമായി തന്നെ വീഴ്ത്താൻ കഴിയില്ല എന്ന ആത്മവിശ്വാസമായിരിക്കും രാഹുലിനെ നയിക്കുന്നത്. ധാർമ്മികമായി വലിയ മൂല്യച്യുതിയാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചത് എന്നത് വാസ്തവമാണെങ്കിലും എത്രമാത്രം ഈ കേസുകൾ നിയമപരമായി നിലനിൽക്കും? അതുതന്നെയാണ് ഇവിടെ ഉയരുന്ന മുഖ്യ ചോദ്യവും. ആ യുവതി ഹോട്ടൽ മുറിയിലെത്തി രാഹുലിന് വേണ്ടി കാത്തിരുന്നു എന്ന ഭാഗമാണ് ഏറെ സംശയങ്ങൾക്കിടവരുത്തുന്നത്. രാഹുലിനെക്കുറിച്ച് പരാതിയിൽ വിവരിക്കുന്ന ബലാത്സംഗ ശ്രമത്തിൻ്റെ വിശേഷണങ്ങൾ അതിക്രൂരമാണ്. യുവതിക്ക് മേൽ ചാടി വീണ് അതിക്രൂരത കാട്ടിയ രാഹുലിൻ്റെ സ്വഭാവ വൈകൃതങ്ങളാണ് പരാതിയിൽ വിവരിക്കുന്നത്. ഇതൊക്കെ സംശയങ്ങൾക്കിടവരുത്തുന്നു. വലിയ കൂക്കുവിളികൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിലൂടെ രാഹുൽ ഒടുവിലിത മാവേലിക്കര സബ് ജയിലിലേക്ക്. ആ സ്പെഷ്യൽ സബ് ജയിലിൽ രാഹുലിനെ ഏതെങ്കിലും തലത്തിലുള്ള അപായം കാത്തിരിക്കുന്നുവോ? എന്നും ഭരണകൂടത്തിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയ, പിണറായിക്ക് നേരെ ചൂണ്ടുവിരൽ ഉയർത്തിയ രാഹുലിനെ ജയിലിലടയ്ക്കുമ്പോൾ ഇതൊരു ഭരണകൂട വിജയം തന്നെയാണ്. എന്നാൽ ഈ കേസ് എത്രമാത്രം നിയമപരമായി നിലനിൽക്കുമെന്ന് നിയമവിദഗ്ധർ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് കോടതികളിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ കൂടി ഒന്ന് കാതോർക്കാം. അതിലപ്പുറം രാഹുലിനെ ഈ 14 ദിവസവും ജയിലഴിക്കുള്ളിൽ അടച്ചിടാൻ കഴിയുമോ പോലീസ് സംവിധാനങ്ങൾക്ക് എന്ന ചോദ്യവും ഇവിടെ ശക്തമാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.